ഒന്നുകൂടെ കരഞ്ഞിട്ട് അന്നേരം വീണ്ടും ആ ബ്രദർ തിരിച്ചു വന്നു. എന്നിട്ട് എന്നോട് പിന്നെയും പറഞ്ഞു, കുമ്പസാരിക്കാതെ പോയേക്കരുത് കേട്ടോ. പിന്നെയും പോയി. പിന്നെ ഒരു 3 മണിയാകുമ്പോ ഞാൻ ഒന്നുകൂടെ ഓർത്ത് പോയേക്കാം. അന്നേരം ഈ ബ്രദർ തന്നെ തിരിച്ചു വന്നു എന്നോട് പറഞ്ഞു, സഹോദരി കുമ്പസാരിക്കാതെ പോയേക്കരുത് കേട്ടോ. അപ്പൊ എന്നിട്ട് പോയി. അന്നേരം ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, ഇതിന്റെ ലക്ഷണം കണ്ടിട്ട് അതിന്റെ സംസാരത്തിന്റെ രീതിയൊക്കെ കണ്ടിട്ട് ഒരു അച്ഛൻ കുഞ്ഞാന്ന് തോന്നുന്നുണ്ടല്ലോ. അച്ഛനാകാൻ പഠിക്കുന്നയാൾ എന്ന അർത്ഥത്തിലാ ഞാൻ അങ്ങനെ വിചാരിച്ചത്. ഉടനെ തന്നെ പരിശുദ്ധ അമ്മ എന്റെ അടുക്കൽ വന്നു. എന്നോട് ചോദിച്ചു, നീ ഇപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. നിന്റെ ഹൃദയത്തിൽ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, അത് അച്ഛൻ കുഞ്ഞാന്ന് തോന്നുന്നെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു അങ്ങനെ പറയേ? നിനക്ക് തോന്നുമ്പോ കുഞ്ഞാക്കാനുള്ളതാണോ അച്ഛൻ? ഞാൻ അവന്റെ അമ്മയെ ഞാൻ പോലും അങ്ങനെ പറയല. എന്തൊരു അഹങ്കാരത്തോടെയാ നീ പറഞ്ഞത്. എഴുതു നിന്റെ പാപത്തിന്റെ കൂടെ. വേറെ പേപ്പർ എടുത്ത് എഴുതാൻ പറഞ്ഞു. ഇത് നിറഞ്ഞിരിക്കുക. ആ പേപ്പർ എടുത്ത് ഞാൻ ചോദിച്ചു, ഇത് എന്ത് പാപമെന്ന് ഞാൻ എഴുതുക? കർത്താവിന്റെ അഭിഷിക്തനാകാനുള്ളവനെ ലോകപ്രകാരം അപമാനിച്ച് സംസാരിച്ചു എന്ന് എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതി. ഇനി ആരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അവരെ കുറിച്ച് മുഴുവൻ എഴുതാൻ പറഞ്ഞു. അപ്പൊ അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിനെ കുറിച്ച് മനസ്സിൽ പറഞ്ഞതും പുറമെ പറഞ്ഞത് മറ്റുള്ളവർ പറഞ്ഞത് എല്ലാം മൊത്തം ഇരുന്ന് എഴുതി. അപ്പൊ പിന്നെയും ഒരു പേപ്പർ നിറഞ്ഞു. ഇനി 4 മണിയായപ്പോ എന്നെ വന്ന് വിളിച്ച് എല്ലാവരും കുമ്പസാരിച്ചിട്ട് പോയി. അതും കൂടി എഴുതി വെച്ച് കരഞ്ഞു. 4 മണിയായപ്പോ വന്നു. അപ്പൊ അച്ഛൻ എഴുന്നേറ്റ് പോകാൻ വേണ്ടി. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ മനുഷ്യരും പോയി കഴിഞ്ഞു. ആ ശുശ്രൂഷകനും ഉണ്ട്, ഞാനും ഉണ്ട്, അച്ഛനും ഉണ്ട്. അപ്പൊ ശുശ്രൂഷൻ അച്ഛൻ്റെ അടുത്ത് കൊണ്ട് തന്നെ ആക്കി കുമ്പസാരിക്കാൻ വന്നതാ. അപ്പൊ അച്ഛനോട് ചോദിച്ചു, ഇത് മുഴുവൻ കുമ്പസാരിക്കാനാണോന്ന് ചോദിച്ചു. കയ്യിലിരിക്കുന്ന ഒരു കെട്ട് പേപ്പറാണ്. ഞാൻ പറഞ്ഞു, അതെ, എന്നാ ഞാൻ ഒന്ന് കാപ്പി കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ അച്ഛൻ പോയി. എന്നിട്ട് 10 മിനിറ്റ് കൊണ്ട് കാപ്പി കുടിച്ചിട്ട് തിരിച്ചു വന്നു. അച്ഛൻ വന്ന കുമ്പസാരക്കൂടൊന്നുമില്ല. അവിടെ ഇരുന്ന് എന്നോട് പറഞ്ഞോളാൻ പറഞ്ഞു. പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ജീവിതം മുഴുവനുണ്ട്, ആദ്യം തൊട്ട് പറയും, ഒരു കുഴപ്പമില്ല, കർത്താവിനോടാ പറയുന്നെന്ന് വിചാരിച്ച് പറഞ്ഞോളാം പറഞ്ഞു. അവിടെ ഇരുന്ന് കേട്ടു. 2.5 മണിക്കൂർ സമയം ഞാൻ പറയുകയായിരുന്നു. ഞാൻ എന്താണ് പറഞ്ഞെന്ന് പോലും എനിക്കറിയത്തില്ല. അതിലെഴുതിയിരുന്നത് മുഴുവൻ കണ്ണുനീരോടുകൂടി പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ഏറ്റവും അച്ഛനെ ശ്രദ്ധിച്ചേയില്ല. പിന്നെ ഞാൻ യേശുവെ യേശുവെ എന്ന് വിളിച്ച് മാത്രമാണ് പാവമൊക്കെ പറഞ്ഞത്. അച്ഛനാണെന്നൊരു ബോധം പോലും എനിക്കുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിലത്തെ കള്ളാസിലെ പാവവും കൂടി ഞാൻ പറഞ്ഞു തീർത്തു. അവസാനത്തേത് പറഞ്ഞിട്ട് ഞാൻ തലയുയർത്ത് നോക്കുമ്പോ അച്ഛൻ വാവിട്ടൊരു കരച്ച കരഞ്ഞു. പിന്നെ നിയന്ത്രണമില്ലാതെ അച്ഛൻ കരഞ്ഞുകൊണ്ടിരുന്നു. എങ്ങനെ അടിച്ച് അച്ഛൻ കരയുകയായിരുന്നു. അച്ഛൻ ഇങ്ങനെ കരയുന്ന കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് സങ്കടമായി കൂടുതൽ. ഞാനും കരയാൻ തുടങ്ങി. അപ്പൊ 2 ശുശ്രൂഷകർ അവിടെ നിന്ന് മുട്ടുനിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് സങ്കടമായി, അവരും കരയാൻ തുടങ്ങി. കാരണമൊന്നും അറിയത്തില്ല, എങ്കിലും അവരും കരയാൻ തുടങ്ങി. ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ആ ചാപ്പലിനുള്ളിൽ കരഞ്ഞുകൊണ്ട് ഒരു 3/4 മണിക്കൂർ സമയം നിന്നു. കാരണം അച്ഛന്റെ ഏങ്ങലടി നിന്നിട്ട് വേണം എനിക്ക് ആശീർവാദം കിട്ടി എഴുന്നേറ്റ് പോരാ. എന്റെ മോളെ, എന്റെ മോളെ, എന്റെ ദൈവം നിന്നോട് എത്ര വലിയ കരുണ കാണിച്ചിരിക്കുന്നു. അത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇടയ്ക്ക് അത്രയൊന്നും പറയും, പിന്നെ ഒന്നുമില്ല. ഇങ്ങനെ ഒടുവിൽ അച്ഛന് തന്നെ നിയന്ത്രിക്കാൻ പറ്റിയപ്പോൾ അച്ഛനോട് പറഞ്ഞു, എന്ത് പ്രായശ്ചിത്തം തരാനാ ഞാൻ? കർത്താവ് എല്ലാ പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു. നീ പോയി അമ്മയ്ക്കൊരു നന്ദി പറയുക. എന്നിട്ട് ആശീർവദിച്ചു. അച്ഛൻ അങ്ങനെ ആശീർവദിച്ചു. ഞാൻ നിലത്ത് കുത്തിയിരിക്കുക. അച്ഛൻ ആശീർവദിച്ച സമയത്ത് ഞാനൊരു സ്വരം കേട്ടു. ഞാനെല്ലാം മറന്നുപോയി. അത് അടുത്തടുത്ത് വരാൻ തുടങ്ങിയപ്പോ ഞാനും പറയാൻ തുടങ്ങി, ഞാനും എല്ലാം മറന്നുപോയി. പിന്നെ അങ്ങനെ പറഞ്ഞ് ഒടുവിൽ അച്ഛന്റെ കാൽക്ക് തന്നെ ഞാൻ ബോധം കെട്ട് വീണു. പിന്നെ ഞാൻ എഴുന്നേൽക്കുമ്പോ അവിടുത്തെ ശുശ്രൂഷകരെല്ലാം കുറേയേറെ പേരുണ്ട്. എല്ലാവരും വട്ടം നീക്കുക. അച്ഛൻ പറഞ്ഞു, ഈശോ എല്ലാം മറന്നു, ഇനി ഒരിക്കലും നീ ഒന്നും ഓർക്കാൻ ശ്രമിക്കണ്ട, അത്യാവശ്യ കാര്യമൊക്കെ ഈശോ ഓർമ്മിപ്പിച്ചു തരും, അത് മതി എന്ന് പറഞ്ഞു. സന്തോഷമായി, ശുശ്രൂഷകർക്ക് സന്തോഷമായി. അപ്പൊ ഇതിന് ധ്യാനം തുടങ്ങിയുന്നുണ്ട്. അവരെല്ലാം ഇറങ്ങി ഓടി. അച്ഛനും വേഗം പോയി. ഞാൻ പോവാ, കുർബാനയുണ്ട് വൈകുന്നേരം, അതുകൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞ് അവരെല്ലാം പോയി. എനിക്ക് സന്തോഷമായി. കുറച്ച് സമയം അവിടെ ഇരുന്ന് ഞാൻ ചിരിക്കുകയും കരയുകയും ഒക്കെ ചെയ്തു. അന്നുണ്ടായ എന്താ അനുഭവമാണെന്ന് എനിക്ക് വാക്കുകൾ കൊണ്ട് നിങ്ങളോട് പറയാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, നിങ്ങൾ ഈശോയോട് ചോദിച്ച് അനുഭവിച്ചറിയാമെന്ന് മാത്രമേ അതേക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ. ദൈവത്തിന് നന്ദി. എന്തായാലും ഞാൻ എഴുന്നേക്കാൻ തുടങ്ങി. ബൈബിളും എടുത്ത് എഴുന്നേക്കാൻ പൊങ്ങിയപ്പോഴാണ് ഒരു പ്രശ്നം. എന്റെ കാല് പൊങ്ങി പോവാ. തറയിലെ ചവിട്ടി നിൽക്കാൻ പറ്റുന്നില്ല. തറയിന്ന് പൊങ്ങി പോവാ. ഞാൻ ചാടി അവിടുത്തെ ആ വാതിലെ കയറി പിടിച്ചു. എന്നിട്ട് എനിക്ക് തോന്നിയതാണോന്നറിയാൻ ബൈബിൾ അപ്പത്തേനും താഴെ പോയി. എന്നിട്ട് ഒരു കാല് പൊക്കി നോക്കി. അപ്പൊ 2 കാലും കൂടെ വീണ്ടും പോവാം. പിന്നെ ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഇരിക്കുമ്പോ നേരെ ഇരിക്കാൻ പോലും പറ്റത്തില്ല. മറിഞ്ഞ് വീണു പോവുക ഞാൻ. എനിക്ക് ഭാരമില്ല. കുറേയേറെ സമയം ഞാൻ ശ്രമിച്ചു. എഴുന്നേറ്റ് ധ്യാന ഹോളിലേക്ക് എനിക്ക് പോകണം. പക്ഷെ അവിടെ ആരുമില്ല. എല്ലാവരും അവിടെ കുർബാന തുടങ്ങുന്ന സമയമായിട്ട് എല്ലാവരും പോവുകയും ചെയ്തു. പിന്നെ എന്താ ചെയ്യാ? ഒടുവിൽ ഞാൻ അമ്മയോട് തന്നെ പ്രാർത്ഥിച്ചു, എന്റെ അമ്മേ, എന്താണ് എനിക്ക് പറ്റിയത്?
എനിക്ക് പേടിയാവുന്നു. അമ്മ ഒന്നും കൂടെ വരുമോ, എന്നെ ഒന്ന് സഹായിക്കുമോ? അവിടെ വരെ ഒന്ന് കൊണ്ട്, ഇവിടെ ഒരു മനുഷ്യരുമില്ല, ആരെങ്കിലും ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞുവിടുമോ, എനിക്ക് എന്താ സംഭവിക്കുന്നത്, എനിക്ക് പേടിയായി, എനിക്ക് ഒരു തരത്തിലും എഴുന്നേക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞപ്പോ അമ്മ വീണ്ടും വന്ന് പറഞ്ഞു, മോളെ, പാപമില്ലാത്ത അവസ്ഥയിൽ ദൈവം യഥാർത്ഥത്തിൽ നീ അനുദപിച്ച് പാപമോചനം സ്വീകരിച്ചു കഴിയുമ്പോൾ, ദൈവസന്നിധിയിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ നിന്റെ ആത്മാവിൽ ഇതാ സംഭവിക്കും, അത് നിന്റെ ശരീരത്തിലേക്കും കടന്നു തന്നേ ഉള്ളൂ. ഇങ്ങനെയാ കുമ്പസാരം നടത്തേണ്ടത്. അനുദപിച്ചേറ്റ് പറയുമ്പോൾ ആ കുമ്പസാരത്തിലൂടെ കിട്ടുന്ന കൃപ ഇതാണ്. ഇതിനെയാ വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിലേക്ക് ദൈവവുമായി രമ്യതപ്പെടുത്തി നിനക്ക് നിയന്ത്രിക്കാനാവാത്ത വിധം അവന്റെ പക്കലേക്ക് നിന്നെ നയിക്കുന്ന ഒരു ശക്തിയാ ഓരോ കുമ്പസാരത്തിലും കിട്ടുന്നത്. ഇത് വേണ്ടെന്ന് പറഞ്ഞാ ഇത്രയും കാലം നീ നടന്നത്. ഇത് വേണ്ടെന്ന് എന്റെ മോക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറയും, തീർച്ചയായും ലോകത്തുള്ള എല്ലാ മനുഷ്യരും കുമ്പസാരിക്കണം. എത്ര വലിയ അനുഭവമാണമ്മേ. അമ്മ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ ഒരുക്കണമേ. തീർച്ചയായും വരാൻ പറഞ്ഞ് അമ്മ കൂട്ടിക്കൊണ്ട് അമ്മ തന്നെ കയ്യെ പിടിച്ച് നടത്തി. അപ്പൊ എനിക്ക് പോകാൻ പറ്റി. അവിടെ കൊണ്ട് കസേര ഇരുത്തിട്ട് പറഞ്ഞു, അമ്മ ഇവിടെ ഉണ്ടാകും, നീ ഇവിടെ ഇരുന്ന് കൊള്ളുക. അന്ന് അഭിഷേക പ്രാർത്ഥനയുടെ സമയത്ത് എന്റെ ആത്മീയ ഉയർന്നു വന്നു. ഞാൻ നിന്ന സ്ഥലത്ത് നിന്നെല്ലാം ഉയരാൻ തുടങ്ങി. എന്നിട്ട് അന്യഭാഷയിലെല്ലാം സ്തുതിച്ചു. എനിക്ക് വലിയ സന്തോഷമായി. വയറു വരെയുള്ള ഭാഗങ്ങൾ, ശരീരം കത്തി ദഹിച്ചു പോയതുപോലെ തോന്നി. ആ തീ കത്തുന്ന പോലെയായിരുന്നു ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ചൂട് വരിക. ഞാൻ വിചാരിച്ച ഹൃദയം കൊണ്ട് ഞാൻ പാപമൊന്നും ചെയ്യാൻ പോയില്ല, കൈകൊണ്ടും ചെയ്തില്ല, ബുദ്ധി ഉപയോഗിച്ചുമില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ഹൃദയമൊക്കെ ശുദ്ധമാണ്, പ്രശ്നമില്ലാന്ന് ഓർത്തു. പക്ഷെ അന്ന് രാത്രി വന്ന് ബെഡിൽ വന്നിരിക്കുമ്പോ പരിശുദ്ധ അമ്മ വീണ്ടും വന്നിട്ട് പറഞ്ഞു, മോളെ, നീ പാപങ്ങളൊക്കെ എഴുതിയ പേപ്പർ ഒന്നുകൂടി എഴുതി. ഞാൻ പറഞ്ഞു, അമ്മേ, അത് തൊടാൻ കൂടി അറപ്പാവും. ഇല്ല, പക്ഷെ അത് എടുക്കണം. കാരണം അതിൽ 4-ാമത്തെ പേജിൽ അവസാനത്തെ ഖണ്ഡികയിൽ 6 പാപം നീ വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അഭിഷേകം പൂർണ്ണമാകാത്തത്. ഒരു പാപം പോലും ഉണ്ടാവരുത് ജീവിതത്തിൽ. അതുകൊണ്ട് ഒന്നുകൂടെ കുമ്പസാരിക്കുക. ഞാൻ പറഞ്ഞു, എന്റെ അമ്മേ, ഇനി ഇവിടെ കുമ്പസാരിക്കാൻ പറയരുത്. ഇവര് മുഴുവൻ അറിഞ്ഞ് ഞാൻ കുമ്പസാരിച്ച കാര്യം നാണക്കേടാ എനിക്ക്. ഞാനത് കൊതങ്ങത്തി ചെല്ലുമ്പോൾ കുമ്പസാരിച്ചിട്ട് വീട്ടിലോട്ട് പൊക്കോളാം. അമ്മ പറഞ്ഞു, അത് പറ്റില്ല, ഇവിടെ കുമ്പസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ പുത്രൻ നിന്നെ കൊണ്ടുവന്ന്, ഇവിടെ കുമ്പസാരിച്ചിട്ട് പോയാൽ മതി. 12 മണി വരെ ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് ഞാൻ സമ്മതിച്ചു. രാവിലെ ഞാൻ ഹോളിലേക്ക് ചെല്ലുമ്പോ ഞാൻ 6 മാത്രം ഒരു ക്ലാസ്സിൽ എഴുതി, ബാക്കിയെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് ചെല്ലുമ്പോ അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറയുകയാ, മനുഷ്യൻ പറയുക, ഇന്നലെ കുമ്പസാരിച്ചതിന് ശേഷം ചില പാപങ്ങൾ മറന്നുപോയത് രാത്രിയിൽ വീണ്ടും കുമ്പസാരിക്കണമെന്ന് പരിശുദ്ധ അമ്മ വഴി ഓർമ്മപ്പെടുത്തിയപ്പോൾ അത് വീട്ടിൽ പോയി കുമ്പസാരിക്കാം എന്ന് പറഞ്ഞൊരു സഹോദരി ഇവിടെ ഇരിപ്പുണ്ട്. അവള് ഇവിടെ തന്നെ കുമ്പസാരിച്ചിട്ട് മടങ്ങണമെന്ന് ഈശോ ആവശ്യപ്പെടുന്നു. അപ്പൊ ഞാൻ പോയി കുമ്പസാരിക്കാൻ പോകുമ്പോ ഒരു കാര്യം ഓർത്തു, ഈശോയെ, ആ അച്ഛനായിരിക്കരുതേ. ചെന്നപ്പോ ആ അച്ഛൻ മാത്രമേ ഉള്ളൂ. അവളും ഓർത്തു, കുമ്പസാരപ്പെടുന്നതുകൊണ്ട് അച്ഛനെ കാണാൻ പറ്റില്ല. എന്നാൽ അച്ഛൻ ഞാൻ കുമ്പസാരിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് വന്ന് നോക്കി എത്ര പേരുണ്ടെന്ന് അറിയാൻ. അപ്പൊ എന്നെ കണ്ടു. എന്നെ കണ്ടു പറഞ്ഞാൽ ചാടി കയറിയിരുന്നു വീണ്ടും. എന്നിട്ട് എന്നോട് ഞാൻ മുട്ടുകുത്തി പാവം പറയുന്നതിന് മുമ്പ് അച്ഛൻ ഇങ്ങോട്ട് പറയുകയാ, എന്റെ മോളെ, ഇന്നലത്തെ എന്റെ ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ. എനിക്കത് പറയാൻ പറ്റില്ല. ഞാൻ ആകെ വിഷമിച്ചു പോയി. എനിക്കൊന്നും പറയാൻ കിട്ടില്ല, ഉപദേശിക്കാനൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ തൊട്ട് അമ്മയോട് പറയുകയായിരുന്നു, നിന്റെ മോളെ ഒരു പ്രാവശ്യം കൂടി എന്റെ അടുക്കൽ കൊണ്ടുവരണമേ എന്ന്. അമ്മ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ, നന്ദി. ഇനി പാവം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അന്ന് ആശീർവദിച്ചു കേട്ടോ. അന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ദൈവം പ്രത്യേകമായ വിധം തന്നു. വലിയ ശക്തമായ അഭിഷേകം തന്നു. അന്ന് വെളുപ്പിനെ 3 മണിക്ക് ഒരു സ്വർഗീയ ദർശനം നൽകുകയും എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്തു. സന്തോഷമായി. എന്നോട് പറഞ്ഞു, നീ ഇപ്പോൾ കർമ്മലീത്ത സഭയിലേക്ക് പോവുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇന്ന വൈദികനെ കണ്ട് അദ്ദേഹത്തോട് പറയുക. അപ്പൊ ഞാൻ പറഞ്ഞു വിട്ടാണെന്ന് അച്ഛന് മനസ്സിലായിക്കൊള്ളും ചെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ വന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഇത് ദൈവം പറഞ്ഞു വിടുക, നിനക്ക് പറയാൻ പറ്റില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഇത് നിനക്ക് അറിയാൻ പറ്റില്ല, ഞങ്ങളുടെ സഭയുടെ നിയമങ്ങൾക്കുള്ളിലുള്ള കാര്യങ്ങളായത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ കൽക്കട്ടയിലുള്ള കർമ്മലീത്ത സഭയിലെ മിണ്ടാമഠത്തിലേക്ക് പോകുവാൻ കർത്താവ് സന്ദേശം തന്നനുസരിച്ച് അതിനുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് ഒരുക്കിയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നിനു വേണ്ടി കഷ്ടപ്പെടേണ്ടി വന്നില്ല. പോകാൻ സമയമായപ്പോ പണം സഹിതം ദൈവം ഒരുക്കി തന്നു. പോയി 2003 ജനുവരി മാസം 12-ാം തീയതി അവിടേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തിരിക്കുക. അപ്പൊ ജനുവരി ആദ്യം ഞാൻ ചോദിച്ച ശേഷം എന്റെ അപ്പച്ചൻ എവിടെയാന്ന് എനിക്കറിയില്ല, ഒന്നുകൂടി കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ക്ഷമിക്കാൻ പറ്റുമോ എന്നൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈശോ എനിക്കൊന്ന് കാണണം, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ. ജനുവരി 8-ാം തീയതി അപ്പച്ചൻ ഞങ്ങളുടെ വീട്ടിലേക്ക് തനിയെ മടങ്ങി വന്നു.
12-ാം തീയതി ഞാൻ പോവുകയാ. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. അങ്ങനെ അപ്പച്ചന്റെയും കൂടി അനുഗ്രഹത്തോടെ ഞാൻ കൽക്കട്ടയ്ക്ക് പോകുവാനും ഈശോ അനുഗ്രഹിച്ചു. അവിടേക്ക് പോകാനല്ല ഒരുക്കി കഴിഞ്ഞപ്പോ ഈശോ സാധനങ്ങൾ എടുത്തു വെച്ചോ പറഞ്ഞു, നിന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ അർത്ഥം നീ മരണം വരെ കൽക്കട്ടയിൽ ആയിരിക്കുമെന്നല്ല, നമ്മൾ തിരിച്ചു വരും. അതുകൊണ്ട് പുസ്തകം ഒന്നും എടുക്കണ്ട. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇത് നീ ശരിക്കും എന്നെ അപമാനിക്കുകയല്ലേ ചെയ്തത്? ഞാൻ എല്ലാവരോടും പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അതെ, പോകാന്ന് പറഞ്ഞത് കുഴപ്പമില്ല, പക്ഷേ നീ പറഞ്ഞ ഒരു കാര്യം അതെനിക്ക് ഇഷ്ടമായില്ല. നീ ഇങ്ങനെ പറഞ്ഞു, ഇനി എല്ലാം മരണം വരെയും ഞാൻ അവിടെ ആയിരിക്കും നീ പറഞ്ഞില്ലേ. നീയാണോ തീരുമാനിക്കുന്നത് നിന്റെ കാര്യമൊക്കെ? ഞാനല്ലേ തീരുമാനിക്കുന്നത്. അങ്ങനെ പറഞ്ഞത് എനിക്കിഷ്ടമായില്ല. അതുകൊണ്ട് തിരിച്ചു വരും, ഇനി പോകാം. ഞാനോടൊരു 4 കൊല്ലമെങ്കിലും നിൽക്കുമെന്ന് ഓർത്തു. പക്ഷെ ചെന്ന് 1 വർഷം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു സഹനം നൽകി. അന്ന് ഞാൻ യേശുവോട് ചോദിച്ചു, സന്യാസം എന്താണ്? അതാരംഭിച്ചപ്പോ ചോദിച്ചു, എന്താണ് സന്യാസം? നീ എന്നെ വിളിച്ചു, അതുകൊണ്ട് ഞാനിങ്ങ് പോന്നേ ഉള്ളൂ. നിന്നോട് എനിക്ക് ഇഷ്ടമാണ്. നിന്നെ പിരിഞ്ഞിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യന്റെ സ്നേഹത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം എനിക്കത് സ്വീകരിക്കാൻ പറ്റില്ല. നിന്റെ സ്നേഹം കൊണ്ട് എന്റെ ഹൃദയം നിറച്ചിരിക്കുക. പക്ഷെ സന്യാസം എന്താണെന്ന് അറിയാതെ ഞാൻ എന്ത് സന്യസിക്കാന്? അതുകൊണ്ട് ദയവായി എന്താണ് സന്യാസം എന്ന് എന്നോട് പറയുക. ഈശോ പറഞ്ഞു, അതൊരു വാക്കിൽ പറയാവുന്നതല്ല. കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുക. 1 വർഷം കൊണ്ട് ഞാൻ സംസാരിക്കാം. തുടർന്ന് ധാരാളം സഹനങ്ങൾ, രോഗമായിട്ടും മനസ്സിന്റെ വിഷമമായിട്ടും ആത്മാവിന്റെ വിഷമമായിട്ടും എല്ലാം ദൈവം നൽകി. ആ സിസ്റ്റർമാർക്ക് ഒരു കുലുക്കവും ഇല്ല. അവര് പറഞ്ഞു, എന്നെ വിഷമമുണ്ടെന്ന് പറഞ്ഞാലും പറയും, വളരെ സാരമില്ല, സന്യാസത്തിൽ ഇങ്ങനെ ഒരു വിശദീകരണം ഉള്ളതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളാം. ഇങ്ങനെ അവരുടെ വലിയ സഹായത്തോടു കൂടി ഓരോ ദിവസം മുമ്പോട്ട് പോയി. നവംബർ 16-ാം തീയതി വരെ അങ്ങനെ പോയി. നവംബർ 16-ാം തീയതി ഈശോ എന്നോട് സന്യാസം എന്താണെന്നുള്ളതിന് വ്യക്തമായ ഒരു ഉത്തരം എനിക്ക് നൽകുകയും ഡിസംബർ 6-ാം തീയതി ഇവിടേക്ക് തിരിച്ചു പോരുവാൻ സന്ദേശം നൽകുകയും ചെയ്തു. അന്ന് അമ്മ വീണ്ടും എൻ്റെ അടുക്കൽ വന്നു. ഡിസംബർ 6-ാം തീയതി വന്ന് അമ്മ പറയുക, ഇന്ന് നീ 2ാമത്തെ കുമ്പസാരത്തിന്റെ ദിവസമാണ്. ഞാൻ ചോദിച്ചു, ഇനി എന്ത് കുമ്പസാരിക്കണം? ജീവിതം മുഴുവൻ ഞാൻ കുമ്പസാരിച്ചതാ, പിന്നെ ഇപ്പൊ ഇവിടെ വന്നിട്ട് എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കുന്നുണ്ട്. അല്ല, 2ാമത്തെ കുമ്പസാരം. ആദ്യത്തെ കുമ്പസാരത്തെ നീ എന്തെല്ലാം ചെയ്തു എന്നും അതിന്റെ കാരണങ്ങൾ പറഞ്ഞു. അത് ആന്തരിക സൗഖ്യം നൽകി. എന്നാൽ ഇന്ന് നീ ആരാണെന്ന് ദൈവത്തോട് പറയുക. അത് 2ാമത്തെ കുമ്പസാരമാണ്. ഞാൻ ചോദിച്ചു, ഞാൻ ആരാണെന്ന് ഞാൻ എങ്ങനെ ദൈവത്തോട് പറയും? നീ അഹങ്കാരത്തോടെ സംസാരിച്ചെന്ന് പറയണ്ട. നിന്റെ ഹൃദയം നിറയെ അഹങ്കാരമാണെന്ന് പറയുക. ഉള്ളിൽ അത് ഇരിക്കുന്നോണ്ടാ പുറത്തേക്ക് ഇത്തിരി വരുന്നത്. അവസരം കിട്ടുമ്പോ നിനക്ക് അസൂയ തോന്നിയെന്ന് പറയണ്ട. നിന്റെ ഹൃദയം നിറയെ അസൂയാണെന്ന് പറയുക. അതകത്തുള്ളത് കൊണ്ടല്ലേ അസൂയ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് നീ ആരാണ്, ഉള്ളിലിരിക്കുന്നത് എന്താണ് എന്ന് ചെന്ന് യേശുവോട് പറയുക. ഇത് അധിക സമയമില്ല, 15 മിനിറ്റ് നേരമേ ഉള്ളൂ. ജഡികമായി ഒരാഗ്രഹം തോന്നിയെന്ന് പറയണ്ട. നിന്റെ ഹൃദയത്തിൽ അതുണ്ട് എന്ന് പറയുക. അതങ്ങ് പോട്ടെ. നീ ആരാണെന്ന് പറയുമ്പോൾ ഈശോ നിന്നെ മാറ്റും. അങ്ങനെ വലിയ ആന്തരിക സൗഖ്യം നിനക്ക് വീണ്ടും കിട്ടും. നിന്നിലുള്ള പഴയ മനുഷ്യനെ എടുത്തു മാറ്റാൻ പോവുകയാണ്. ഇങ്ങനെ നീ പറയണം. അപ്പൊ ഞാൻ പോയി, ഞാൻ ഓർത്തു, എന്റെ ദൈവമേ, എന്നെ വിശുദ്ധ എന്ന് വിളിക്കുന്ന വൈദികൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി കുമ്പസാരക്കൊണ്ട് പോലുമില്ല. അവിടെ പോയി നിന്ന് ഈ ലോകത്തിലുള്ള മുഴുവൻ മാരക പാപങ്ങളും ഞാൻ ചെയ്തു എന്ന് പറയുക. അപ്പൊ ഞാൻ ഓർത്തു, മാതാവ് പറഞ്ഞിട്ടാന്ന് പറയാം, അപ്പൊ കുഴപ്പമില്ല, ഞാനിങ്ങനൊന്നും ചെയ്തിട്ടില്ല, ലഘുവായിട്ടൊക്കെ ചിന്തിച്ചതേ ഉള്ളൂ. അപ്പൊ പിന്നെ അച്ഛൻ എന്നോടൊന്നും തോന്നിയല്ലോ എന്നോർത്ത് ഞാൻ പോവുകയാണ്. പോകാൻ എഴുന്നേറ്റപ്പോ അമ്മ പറഞ്ഞു, നിന്നെ തന്നെ ന്യായീകരിക്കാതെ കുമ്പസാരിക്കുക. നീ നിന്നെ തന്നെ നീതീകരിക്കും ന്യായീകരിക്കുകയൊന്നും ചെയ്യണ്ട, ഉള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങ് പോന്നാ മതി. അന്നേരം അച്ഛൻ എന്ത് പറയുന്നു? അത് ഈശോയുടെ അനുഗ്രഹവും ആശീർവാദമായി കരുതുക. അതാണ് നിനക്ക് ഭാഗ്യം. ന്യായീകരിക്കാതിരിക്കുന്നത് നിനക്ക് ഭാഗ്യം കുമ്പസാരത്തില് എന്ന് പറഞ്ഞു പോയി. ചെന്നിട്ട് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അപ്പൊ അച്ഛൻ ചോദിച്ചു, 2 ദിവസം മുമ്പ് കുമ്പസാരിച്ചിട്ട് ഇനിയുണ്ടോ? തിരിയും കൂടി ഉണ്ടെന്നാ പറഞ്ഞു. കരഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങി. 15 മിനിറ്റ് സമയം എന്റെ യേശു 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 എന്ന് വിളിച്ച് മാത്രമാണ് ആ കുമ്പസാരം മുഴുവൻ ഞാൻ പറഞ്ഞത്. അച്ഛനാണെന്ന് ഓർത്തില്ല. അതുകൊണ്ട് ഹൃദയത്തിലിരുന്ന് മുഴുവൻ എന്തെല്ലാം ഉണ്ടോ അങ്ങനെയൊക്കെ തുറന്നങ്ങ് പറഞ്ഞു എല്ലാം. 15 മിനിറ്റ് നേരം കഴിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, എന്റെ മോളെ, നല്ല കുമ്പസാരത്തിന് ഒരുക്കിയല്ലോ, പരിശുദ്ധാത്മാവിന് നന്ദി പറയുക, പരിശുദ്ധാമ്മയ്ക്കും നന്ദി പറയുക. എന്നിട്ട് ഞാൻ ആശീർവദിക്കുന്നു പറഞ്ഞ് അനുഗ്രഹിച്ച് ആശീർവദിച്ചയച്ചു. അച്ഛൻ ഇറങ്ങിപ്പോയപ്പോൾ ഒരിക്കലും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു വ്യത്യസ്തമായ അനുഭവം എനിക്കുണ്ടായി. എന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ സ്നേഹം വന്ന് നിറയാൻ തുടങ്ങി. എല്ലാ സൃഷ്ടിജാലങ്ങളോടും എനിക്ക് സ്നേഹം തന്നാൻ തുടങ്ങി. ഞാൻ ഓർക്കുക, ഒരു പക്ഷിക്കുഞ്ഞ് പറന്നു പോയപ്പോ ഞാൻ അതിനോട് പറഞ്ഞു, പക്ഷിക്കുഞ്ഞെ, ദൈവ സ്നേഹമാണ് കേട്ടോ. മരത്തിനോടും കല്ലിനോടും മുള്ളിനോടും ഒക്കെ ഞാൻ പറഞ്ഞു, ദൈവം സ്നേഹമാണ് കേട്ടോ. ഞാൻ ഓർത്തു, ഇല പൊഴിഞ്ഞു കിടക്കുക, ഇതാ ഇത്രയും സമയം ആ മരത്തിലല്ലേ നിന്നത്, അപ്പോ തീർച്ചയായും അവരെ സ്നേഹിക്കേണ്ടതാ.
ഞാൻ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അലിഞ്ഞ് ആ മണ്ണിലേക്ക് ഇറങ്ങും, എന്നിട്ട് വീണ്ടും ആ വൃക്ഷത്തിലേക്ക് തന്നെ തിരിച്ചു വരും. ദൈവ സ്നേഹമാണ് കേട്ടോ. അവരോട് പറയുക ദൈവം അങ്ങനെ ചെയ്യുന്നതാണ്. ഇങ്ങനെ ആനന്ദം നിറഞ്ഞ് സന്തോഷം നിറഞ്ഞ വലിയ ഒരനുഭവം ഉണ്ടായി. അന്ന് കുർബാന സ്വീകരണം കഴിഞ്ഞപ്പോൾ ദിവ്യകാരുണ്യം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ദൈവാനുഭവത്തിന് ശേഷം ഈശോ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, പറുദീസ ഒരു പ്രാവശ്യം കൂടി കാണാൻ പോകാം. എനിക്ക് സന്തോഷമാണ്. അത്ര വലിയ അനുഭവം എന്നോടൊന്ന് പോയിരുന്നില്ലെന്ന് ഓർത്ത് ആദ്യത്തെ പ്രാവശ്യം പോയപ്പോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ തന്നെ വരാം എന്ന് ആദ്യം പറയും. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കി. അന്ന് വരെയും ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് പോകണം, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും. അല്ലാതെ ഒരിക്കൽ പോലും ഞാൻ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. അന്ന് അത് പറഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി. കാരണം ദൈവത്തിന്റെ സ്നേഹമാ എൻ്റെ ഉള്ളിലേക്ക് വന്നത്. തിരിഞ്ഞു നോക്കിയപ്പോ ഞാൻ എല്ലാവരെയും കണ്ടു. ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും കണ്ടപ്പോ ഞാൻ ഈശോയോട് പറഞ്ഞു, വേണ്ട നിശോ നമുക്ക് ഇവരെ കൂടി കൊണ്ടുപോകാം. അത്ര സന്തോഷമല്ലേ അവിടെ, ഇവർക്കെല്ലാം വസിക്കാൻ ഇടമുണ്ടല്ലോ അവിടെ. ഈശോ പറഞ്ഞു പറ്റില്ല, ഇപ്പോൾ നിന്നെ കൊണ്ടുപോകാനേ പറ്റുകയുള്ളൂ. ഞാൻ പറഞ്ഞു എന്നാ ഞാൻ വരുന്നില്ല. ഇവർക്കാർക്കും കിട്ടുന്നില്ലാത്ത ആ ദൈവരാജ്യം എനിക്ക് മാത്രമായിട്ട് നീ തരണ്ട, എനിക്ക് മാത്രമായിട്ട് ആ ഭാഗ്യം വേണ്ട, എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകാൻ എന്ന് നീ വരുന്നു, അന്ന് മാത്രമേ ഞാൻ നിന്റെ കൂടെ പോരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടം വെച്ചു കൊടുത്തു. ഓടി രക്ഷപ്പെട്ട് ഞാൻ ഈശോയുടെ അടുക്കൽ നിന്ന് അപ്പോൾ കാണുന്നത് പരിശുദ്ധ അമ്മ കയ്യില് ചുരുട്ടി പിടിച്ചിരിക്കുന്ന ഒരു സാധനവുമായിട്ട് സ്വർഗത്തിലേക്കുള്ള ഗോവണിയിലൂടെ കയറി ഓടുകയാണ്. സ്വർഗം തുറന്ന് പരിശുദ്ധ ത്രിത്വത്തിന് മുമ്പിൽ എത്തിയിട്ട് അമ്മ പറഞ്ഞു, പ്രാർത്ഥനയുടെ രഹസ്യം ഇതാണ്, ആത്മാക്കളുടെ രക്ഷയില്ലെങ്കിൽ എനിക്ക് ദൈവരാജ്യം പോലും വേണ്ട എന്ന് പറയുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന. ഇതാണ് ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും അന്വേഷിക്കുന്ന പ്രാർത്ഥന. അവൾ ആ രഹസ്യം മനസ്സിലാക്കി. ഏറ്റവും വിലതീരാത്ത ഒരു അമൂല്യമായ നിധിയായി കിട്ടിയിരിക്കുന്നത്. പിതാവ് പറഞ്ഞു, ഇത് കിരീടത്തിന്റെ മധ്യത്തിലായിരിക്കട്ടെ, അങ്ങനെ ആയിരിക്കണം പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു. ആ അനുഭവം നൽകി തിരിച്ചു പോരാനൊരു അടയാളം നൽകി. ഡിസംബറിൽ ക്രിസ്മസിന് മുമ്പ് മടങ്ങണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. ഡിസംബർ 9 തീരുമാനിച്ചത്. എന്നിട്ട് പോലും 16 വേറൊരാൾ എടുത്ത ടിക്കറ്റില് ഇങ്ങോട്ട് വരുവാനും അതനുസരിച്ച് കൃത്യമായിട്ട് 21 തന്നെ 20 രാത്രിയിൽ 21 ആയിട്ട് പോരുന്ന ട്രെയിനിങ് പോരാനും 24 ഇവിടെ വരാനും കേരളത്തിലെത്തി. ഈശോ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ആയിരിക്കാനും പറ്റി. എന്നാൽ ഇങ്ങോട്ട് പോരുമ്പോൾ ഈശോ ഒരു കാര്യം പറഞ്ഞു, ഇപ്പോൾ നീ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് മടങ്ങുക. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഇംഗ്ലീഷ് സെക്ഷനിൽ നീ നിത്യാരാധനയുടെ മുമ്പിൽ ആയിരിക്കുക. എനിക്ക് നിന്നോട് സംസാരിക്കുവാനുണ്ട്. ഞാനിവിടെ വന്നു ഒരു ദിവസം ക്രിസ്മസിന് വീട്ടില്, പിറ്റേ ദിവസം തന്നെ തിരിച്ചുപോയി. തിരിച്ചു ചെന്ന് ഡിവൈനെ ചെന്ന് ചോദിച്ചു, ഞാനിവിടെ ഇരുന്ന് 45 ദിവസം പ്രാർത്ഥിച്ചോട്ടെ. അവരോട് ഒരു കുഴപ്പമില്ല, 45 ദിവസം ഇരിക്കുന്നുള്ളൂ, കൂടുതൽ എന്തെങ്കിലും ചെയ്തു തരണോ, ഞങ്ങള് അങ്ങനെ ഭക്ഷണം ഇവിടെ കൊണ്ടു തരണോ, ഇങ്ങനെ അവരുടെ ആവശ്യം പോലെ അവർ ഇങ്ങോട്ട് സംസാരിക്കാം. അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവം ഒരുക്കിയത് തന്നെയാണ്. അങ്ങനെ പോയി പ്രാർത്ഥന തുടങ്ങി. 2004 ജനുവരി 1 മുതൽ ഫെബ്രുവരി 15 വരെയുള്ള 45 ദിവസങ്ങൾ ഈശോയുടെ സന്നിധിയിലായിരിക്കുവാൻ ഈശോ ആവശ്യപ്പെട്ടതനുസരിച്ച് അവിടെ ഇരുന്നു. ഇവിടെ ഇരുന്ന സമയങ്ങളിൽ ഈശോ സംസാരിച്ച കാര്യങ്ങളാണ് ഇനി നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. ഇതുവരെയുമുള്ള കാര്യങ്ങൾ എനിക്ക് ഓർമ്മയിൽ നിന്ന് പറയാൻ പറ്റും, അതെന്റെ സാക്ഷ്യമാണ്. എന്നാൽ ഇനിയുള്ള കാര്യങ്ങൾ ഈശോ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ സംസാരിച്ച് ദർശനങ്ങളിലൂടെ സംസാരിച്ച കാര്യങ്ങളാ. അത് തിരുസഭയുടെ പഠനങ്ങളെ കുറിച്ചുള്ളതാണ്. എൻ്റെ ബുദ്ധിയോ എൻ്റെ ജ്ഞാനമോ ഒന്നും കൊണ്ട് അതെനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടട്ടെ. നമുക്കൊന്ന് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. സ്തോത്രം സ്തോത്രം. ജനുവരി 1 മുതൽ 16 വരെയും സാധാരണ നല്ല അവസ്ഥയിൽ തന്നെ ധ്യാനം മുമ്പോട്ട് പോയി. അവിടെ ഓരോ ദിവസവും എങ്ങനെ ആയിരിക്കണമെന്ന് ഈശോ നിർദ്ദേശിച്ചിരുന്നു. ഉപവസിക്കേണ്ട ദിവസങ്ങൾ ഏതൊക്കെയാണ്, എത്ര ദിവസം ഉപവസിക്കണം, എന്താവശ്യത്തിന് വേണ്ടിയാണ് ഉപവസിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 16 മുമ്പ് ഈശോ ഇത്രയും പറഞ്ഞു, പരിശുദ്ധ അമ്മയെ കാണുവാൻ മാത്രം ഞാൻ നിന്നെ പുറത്തു പോകാൻ അനുവദിക്കും. അപ്പം വേളാങ്കണ്ണിക്ക് പോയിക്കൊള്ളുക. വെള്ളങ്കണ്ണിക്ക് പോകാനായിട്ട് കല്ലൂർക്കാട്ടുന്ന ഒരു ഗ്രൂപ്പ് ആളുകൾ, നല്ല ഒരു അനുഭവമുള്ള ഗ്രൂപ്പ് പോകുന്നുണ്ട്. എല്ലാ മാസവും പോകുന്ന ഒരു ഗ്രൂപ്പാണ്. അവരുടെ കൂടെ പോകാൻ അമ്മ ആവശ്യപ്പെട്ടു. അങ്ങനെ അവരുടെ കൂടെ പോകാൻ തീരുമാനിച്ചു.
അവരോട് ചോദിച്ചു, സംസാരിക്കാതെ പോയിട്ട് വരണമെന്നാ പറഞ്ഞത്, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അവർ പറഞ്ഞു, ഞങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്തു തരാം. അങ്ങനെ അവരുടെ കൂടെ സംസാരിക്കാതെ തന്നെ വേളാങ്കണ്ണിയിൽ പോയിട്ട് തിരിച്ചു വരുവാനുള്ള കൃപ നൽകി. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഫാത്തിമ മാതാവിനെ മലയാള സെക്ഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്, നീ പോയി കണ്ടിട്ട് പോരെ. അവിടെയും പോയി കണ്ടിട്ട് പോന്നു. ഇനി ഈ ഗേറ്റിന് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു. 16-ാം തീയതി ഞാനിങ്ങനെ ദിവ്യകാരുണ്യ സന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർത്തു, എന്തുകൊണ്ടാണ് അനേക മക്കള്, നല്ല കത്തോലിക്കരെല്ലാവരും നല്ലവരാ, പോയി ഒരുപാട് പേരും സഭയെക്കുറിച്ചൊന്നും അറിയാത്തവരൊന്നും അല്ല, നല്ലതുപോലെ പഠിച്ച് അറിയാവുന്ന മക്കളാ. അവരെന്തുകൊണ്ടാ ഈശോ നിന്നെ വിട്ടുപോയത്? അത് അറിയത്തില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഇത് അറിയാവുന്നവര് പോയത് എന്തുകൊണ്ടാ? ഈശോ ഒന്നും പറഞ്ഞില്ല. ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചു, കുറെ നേരം ആലോചിച്ചപ്പോ എനിക്കൊരു ഉത്തരം കിട്ടി. അവർ ഈശോയെ കണ്ടില്ല. ഇവിടെ വന്നിട്ട് അവർ ഈശോയെ കാണാത്തോണ്ടാ അവരങ്ങോട്ട് പോയത്. ഞാൻ ചോദിച്ചു, ഈശോയെ കാണാൻ എന്താ ചെയ്യാ? ഈശോയെ കാണാൻ ദിവ്യകാരുണ്യമുണ്ട് നമുക്ക്. ദിവ്യകാരുണ്യത്തിൽ ഈശോയെ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ അവർക്ക് കാണാൻ പറ്റുന്നില്ല. അതെനിക്ക് സങ്കടമായി. അവർക്കും കൂടി കാണാൻ പറ്റുകയാണ്, പിന്നെ അവര് പോകില്ലല്ലോ. അപ്പൊ എന്റെ ബുദ്ധിയിൽ ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് ഇങ്ങനെ തോന്നി. അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നിയെന്ന് പറയാൻ പറ്റില്ല, പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചു എന്ന് പറയുന്നത് സത്യം. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എൻ്റെ ഈശോയെ, നാളെ മുതല് ഞങ്ങളെല്ലാവരും ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോ ഞങ്ങളുടെ എല്ലാവരുടെയും നാവിൽ ദിവ്യകാരുണ്യം മാംസവും രക്തവുമായിട്ട് മാറണം. നീ എന്താ അങ്ങനെ മാറ്റാത്തത്? നിനക്ക് അങ്ങനെ മാറ്റാൻ പറ്റിയല്ലേ? അതുകൊണ്ട് അങ്ങനെ മാറ്റണം. നിനക്ക് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ, എങ്കിൽ പിന്നെ എന്താ അങ്ങനെ ചെയ്യാത്തത്? അങ്ങനെ എന്ത് ചെയ്യാത്ത? അങ്ങനെ ചെയ്യണം. അങ്ങനെയാണ് ഞങ്ങൾക്ക് ആളുകളെ വിശ്വസിപ്പിക്കാൻ എളുപ്പം, അവർക്ക് വിശ്വസിക്കാൻ എളുപ്പം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് മുഴുവനും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. രാത്രിയായപ്പോ ഞാൻ കിടക്കാൻ വന്നപ്പോ എനിക്ക് ചിരി വന്നു. എന്റെ ദൈവം, വെറുതെ ഒരു ദിവസം മുഴുവൻ ഞാൻ കളഞ്ഞു, വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ല. അതാണ് ഒരിക്കലും നടക്കില്ലാത്തൊരു കാര്യം പറഞ്ഞത്. ഇങ്ങനെ ഓർത്ത് ഒരു ദിവസം നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള വിഷമം ഉണ്ടായി. എന്നിട്ട് വീണ്ടും, പക്ഷെ എനിക്ക് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാൻ വീണ്ടും ഒരു പ്രേരണ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് വീണ്ടും അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു, കിടക്കുന്നിടം വരെയും പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ബലിയർപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. 6 നിലയുള്ള ആ കെട്ടിടത്തിന്റെ 6-ാം നിലയിലും 2-ാം നിലയിലും ചാപ്പലുണ്ട്. ഈ ഹോളിന്റെ 4-1 ഉള്ളൂ ആ ചാപ്പൽ, അത്ര ചെറുതാ. അവിടെ സാധാരണ എല്ലാ ദിവസവും രാവിലെ ജോർജ് കമ്മട്ടിലച്ഛന ബലിയർപ്പിക്കാൻ വരിക. പിന്നെ അത് ശുശ്രൂഷകർക്ക് വേണ്ടി മാത്രം ബലിയർപ്പിക്കുന്ന ചാപ്പലാണ്. അങ്ങനെ ശുശ്രൂഷകർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. രാവിലെ 6:30 ബലിയർപ്പിക്കാൻ വേണ്ടി ഞാൻ അവിടെ വന്നു. വന്ന് നിൽക്കുമ്പോൾ അസ്വാഭാവികമായിട്ടൊന്നും തോന്നിയില്ല. എല്ലാം സാധാരണ പോലെ തന്നെ. അച്ഛൻ വന്ന് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ബലിയർപ്പിക്കാൻ വേണ്ടി നടുക്കുള്ള വഴിയിലൂടെ നടന്നുപോയി. ഇപ്പൊ എനിക്ക് പൊക്കം ഉള്ളത് കൊണ്ട് ഏറ്റവും പുറകിലായിരുന്നത്. ഞാൻ പാട്ട് തുടങ്ങിയപ്പോ കണ്ണടച്ച് ഭക്തിപൂർവ്വം പാടാൻ തുടങ്ങി. ഒരുക്കമായിട്ടുള്ള പാട്ടൊക്കെ പാടി കഴിഞ്ഞു. ആ പാട്ട് കഴിഞ്ഞപ്പോ ഞാൻ കണ്ണു തുറന്നു നോക്കി. അത്രയും സമയം ഭക്തി കൊണ്ട് കണ്ണടച്ചിരുന്ന, അങ്ങനെ ഭക്തിപൂർവ്വം ഇരിക്കുമായിരുന്നു. കണ്ണു തുറന്നു നോക്കിയപ്പോ അച്ഛൻ തിരുവസ്ത്രങ്ങൾ അണിയാൻ ആ പീഠത്തിനടുത്തേക്ക്, ബലിപീഠമല്ല, തിരുവസ്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ആ മേശയുടെ അടുത്തേക്ക് പോകുന്നത് ഞാൻ കണ്ട. അതിനടുത്ത് ചെന്ന് നിൽക്കുന്നത് വരെ ഞാൻ കണ്ടതാ. പിന്നെ അച്ഛൻ ഇവിടെ പെട്ടിട്ട് വന്ന് നിൽക്കുമല്ലോ. എന്നാൽ ഞാൻ നോക്കിയപ്പോ അച്ഛൻ അവിടെ ഇല്ല, കമ്മട്ടിലച്ഛൻ അവിടെ ഇല്ല. ഈശോ ബലിപീഠത്തിനടുത്ത് നിൽപ്പുണ്ട്, ബലിയർപ്പിക്കാൻ തയ്യാറായി നിൽക്കുക. ഞാൻ നോക്കിയപ്പോ ആ വേഷമൊന്നും എല്ലാം എനിക്ക് പരിചയമില്ല. പഴയ നിയമത്തിലെ ചില പുരോഹിതരുടെ വേഷം ചില വടങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലൊരു വേഷത്തിൽ ഈശോ അവിടെ നിൽക്കുകയാണ്. വളരെ തേജസ് നിറഞ്ഞ മുഖവും ഗംഭീര്യമുള്ള മുഖവുമായിരുന്നു, എന്നാൽ ശാന്തമായിരുന്നു. അങ്ങനെ വെറുതെ എന്റെ നേരെ നോക്കി നിൽക്കുക. ഞാൻ കണ്ണടച്ച് തുറന്ന് സൂക്ഷിച്ചൊന്നുകൂടി നോക്കി, ഈശോ തന്നെ അവിടെ നിൽപ്പുണ്ട്. പിന്നെ എനിക്ക് വിശ്വാസം വരാഞ്ഞിട്ടൊന്ന് എന്റെ കയ്യിൽ തന്നെ ഒന്ന് ഞൊള്ളി നോക്കി. അപ്പോഴും ഈശോ തന്നെ അവിടെ നിൽപ്പുണ്ട്, ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ തന്നെ പറയാൻ തുടങ്ങും, അതുപോലെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ കണ്ടു, ആ നിന്ന സ്ഥലം ആ ചെറിയ കെട്ടിടമൊന്നുമല്ല, ആ മുറിയൊന്നുമല്ല. ഈ അൾത്താര തന്നെ ഈ ഹോളിനേക്കാൾ വലുതായ ഒരു വലിയ കൊട്ടാരത്തിനായിട്ട് ആ സ്ഥലം മാറി. ബലിപീഠത്തിന്റെ സ്ഥലത്ത് കല്ലുകൾ കൊണ്ട് പണിത വളരെ വലിയ ഒരു ബലിപീഠം. പിന്നെ ഞാൻ കണ്ടു, ബലിപീഠത്തിന്റെ ഇരുവശങ്ങളിലായിട്ട് ഒരു തിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ വലതുവശത്ത് നിന്ന് കത്തിയ തിരിയുടെ സ്ഥാനത്ത് പരിശുദ്ധ അമ്മ നിൽക്കുകയാണ്. അമ്മയിലേക്ക് ഒരു പ്രകാശം വരുന്നതായി പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്.
എന്നാൽ ഇവിടെ അങ്ങനല്ല, അമ്മയിൽ നിന്നൊരു പ്രകാശം വരികയാണ്. അമ്മ തീ കത്തും പോലെ കത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ അത് പ്രകാശമായിട്ട് ജ്വാല പുറത്തേക്ക് വരുന്നില്ല, പ്രകാശം വരിക ബൾബിൽ നിന്ന് വരുന്ന മാതിരി. ഇങ്ങനെ പിന്നെ കണ്ടു, ഇതാ 2 മാലാഖമാര് 2 വശത്തേക്ക് ഇറങ്ങി വരിക. അവരിറങ്ങി വന്ന് ഈ ശുശ്രൂഷയുടെ കയ്യിൽ നിന്ന് ആ പുസ്തകം വാങ്ങിച്ചു. അപ്പോ 2 മാലാഖമാരായി ശുശ്രൂഷയുടെ സ്ഥാനത്ത് നിൽക്കുന്നത്. പിന്നെ നോക്കിയപ്പോ ഓരോ ഗണം മാലാഖമാർ ഇറങ്ങി വരിക. ഓരോ ഗണത്തെയും തിരിച്ചറിയാൻ പറ്റുമായിരുന്നു എനിക്ക്. എത്ര ഗണമുണ്ടെന്ന് എനിക്ക് എണ്ണാൻ പറ്റിയില്ല. കുറച്ച് ഓരോ പച്ച, നീല, മഞ്ഞ, ക്രീമ, ഇങ്ങനെ ഓരോ നിറത്തിലുള്ള വസ്ത്രം കൊണ്ട് ഞാൻ അവരെ തിരിച്ചറിഞ്ഞു. ഓരോ ഗണമാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായി. അങ്ങനെ അവരിറങ്ങി വന്ന് ഈശോയുടെ പുറകുവശത്തായിട്ട് ആകാശത്തിലും ഭൂമിയിലും എല്ലാമായി അവരെന്നും വന്ന് നിൽക്കുന്നത് അവർക്ക് നല്ല നിശ്ചയമുള്ളതുപോലെ കൃത്യമായിട്ട് അവരവരുടെ സ്ഥാനത്തേക്ക് വന്ന് നിന്നു. അവര് മുഴുവൻ, ആകാശം മുഴുവൻ ദൂതന്മാരുടെ സമൂഹം വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ വിശുദ്ധരിറങ്ങി വരാൻ തുടങ്ങി. അവരെന്നും വന്ന് നിൽക്കുന്നത് പോലെ, അവർക്ക് പരിചയമുള്ള പോലെ അവരും വന്ന് ആൾത്താരയിൽ അവരെല്ലാവരും വന്ന് നിറഞ്ഞു നിന്നു. പിന്നെ അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഹോളിനേക്കാൾ വലുത് ആൾത്താര. എന്നിട്ട് പോലും അവിടെ ആൾത്താരയ്ക്കുള്ളിലോ മുകളിൽ ആകാശത്തോ ഒരു സൂചി കുത്താൻ ഇടയില്ലാത്ത പോലെ ഇവരെല്ലാവരും വന്ന് തിങ്ങി നിറഞ്ഞു നിന്നു. അത് കഴിഞ്ഞപ്പോൾ ആ നടുവിലുള്ള വഴിയിലൂടെ കുറച്ച് മനുഷ്യർ കയറി വരാൻ തുടങ്ങി. അവരെ എനിക്ക് പരിചയമില്ല. കരഞ്ഞുകൊണ്ട് അവർ വരുന്നത്. വല്യവാരും നിലവിളിച്ച് കരയുന്നുണ്ട്, ഏങ്ങി കരയുന്നുണ്ട്. ഇവര് 2 വശത്തേക്കും കൈകൂപ്പി ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ ഇരിക്കുന്ന ആളുകളോട്, ബലിയർപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളോടൊക്കെ പറയുന്നുണ്ട്. ബലിയർപ്പിക്കാനിരിക്കുന്ന ആളുകളെയൊക്കെ എനിക്ക് പരിചയമുള്ളവരാ. ഇതില് അന്നേരം ഈശോ പറഞ്ഞു, അത് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളാണ്. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് കണ്ടോ, അവരുടെ ബന്ധുക്കളോ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ നേരെ നോക്കിയാ ആ കൈകൂപ്പുന്നേ. പക്ഷെ നിൽക്കുന്നവരത് അറിയുന്ന പോലുമില്ല. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എന്നും പറയാറുള്ളതല്ലേ. പക്ഷെ നീ ഒരിക്കലും അത് ഓർക്കാത്ത എന്തുകൊണ്ടാ? നിന്റെ പ്രിയപ്പെട്ടവരെല്ലാം, മരിച്ചവരെല്ലാം അവിടെ വന്നിപ്പോണ്ട്, പ്രാർത്ഥിക്കുക കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ നോക്കി. ഇവരിങ്ങനെ കയറി വന്നു. ഒടുവിൽ അത് പുറത്തേക്ക് നീണ്ടു കിടക്കുക. ഒരു എണ്ണമില്ലാത്ത വിധം അവരുമുണ്ട്, ഒരു സമൂഹം. ഇത്രയും അവര് നിന്റെ പ്രാർത്ഥന യാചിച്ച് വന്നിരിക്കുക കേട്ടോ എന്ന് പറഞ്ഞു. ഇങ്ങനെയെല്ലാം കഴിഞ്ഞ് എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. അവിടെ മുഴുവനും ഒരുങ്ങിക്കഴിഞ്ഞു. വിശുദ്ധന്മാരും ദൂതന്മാരും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളും പരിശുദ്ധ അമ്മയും പ്രത്യേകിച്ച് ശുശ്രൂഷകരായി എത്തിയ പ്രധാന മാലാഖമാരും ഇവരെല്ലാവരും നിറഞ്ഞു നിൽക്കുകയാണ്. അന്നേരം ഈശോ വിശുദ്ധ കുർബാന ആരംഭിച്ചു. കുർബാന പുസ്തകത്തിലെ എല്ലാം അങ്ങനെ തന്നെയാ ആരംഭിച്ചത്. പ്രസംഗത്തിന്റെ സമയം വരെയും ഈശോ തന്നെ അത് നയിച്ചു കൊണ്ടുപോയി. പ്രസംഗമായപ്പോ ഈശോ ഇരിക്കാൻ പറഞ്ഞു, എല്ലാവരും ഇരുത്തി. എന്നിട്ട് ഈശോ ചോദിച്ചു, ഞാൻ എന്തിനു വേണ്ടിയാ ഭൂമിയിൽ വന്നത്? മാമോദീസം വെക്കാനാണോ വന്നത്? അല്ല. മരിച്ചവരെ ഉയർപ്പിക്കാനാണോ വന്നത്? അല്ല. രോഗികളെ സുഖപ്പെടുത്താനാണോ വന്നത്? അല്ല. ഞാൻ വന്നത് ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കാനാ. എന്റെ പിതാവിന്റെ രാജ്യത്തെ കുറിച്ച്, അവിടുത്തെ സ്നേഹത്തെ കുറിച്ചൊക്കെ നിങ്ങളെ പഠിപ്പിക്കാനാ ഞാൻ വന്നത്. അതുകൊണ്ട് ഞാൻ നിന്നെ ഏൽപ്പിച്ചതും ഇത് തന്നെയാണ്. പോയി ദൈവരാജ്യത്തെ കുറിച്ച് പറയുക, സകല മനുഷ്യരോടും പറയുക, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇതാ നീ പ്രസംഗിക്കേണ്ടത്. നീ എന്ത് വിഷയത്തെ കുറിച്ച് പ്രസംഗിച്ചാലും ഒടുവിൽ അത് ദൈവരാജ്യത്തിലെത്തി മാത്രമേ അവസാനിക്കാവുള്ളൂ. ദൈവരാജ്യത്തെ കുറിച്ച് പ്രത്യാശ നൽകുന്നില്ല എങ്കിൽ അതൊരു നല്ല സുവിശേഷ പ്രസംഗം ആയിരിക്കുകയില്ല. ഒരു ക്ലാസ് എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക, ഒടുവിൽ അത് ദൈവരാജ്യത്തിന് വേണ്ടി ആയിരിക്കണം നീ അത് ചെയ്തത്. പിതാവിന്റെ സ്നേഹത്തെ കുറിച്ച് ഇത് മക്കളോട് പറയുക. അവർക്ക് ഇനിയും അത് ബോധ്യം വന്നിട്ടില്ല എന്ന് തോന്നുന്നു. പിതാവിന്റെ സ്നേഹത്തെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുക. പിതാവ് തന്നെ അവരെ സ്നേഹിക്കുന്നു എന്ന് നീ ഒന്ന് പറയുക അവരോട്. അവരറിയട്ടെ, അവരാശ്രയിക്കട്ടെ, അവരാശ്വസിക്കട്ടെ. പിതാവിന്റെ സന്തോഷമാകട്ടെ. അവിടുത്തെ സന്തോഷമാണ് എന്റെ സന്തോഷം. അവിടുത്തെ സന്തോഷമാ എന്റെ സന്തോഷം. എന്റെ സന്തോഷങ്ങളല്ല. നീ ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കുക. ഇനി ഭൂമിയിൽ നീ ദൈവരാജ്യം തിരയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകണം. അത് വയലിൽ ഒളിച്ചു വെച്ച നിധിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ.
ദൈവരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയാണെങ്കിൽ നീ ആ നിധി തേടുന്നുണ്ടെന്നും നിനക്കുള്ളതെല്ലാം വിറ്റ് നീ അത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും എനിക്ക് മനസ്സിലാകുമ്പോൾ മാത്രമേ ഞാനത് നിനക്ക് തരികയുള്ളൂ. എനിക്ക് മനസ്സിലാകണം നീ അതെല്ലാം വിറ്റ് ഇത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. 1-2 നാണയം കൊടുത്ത് അത് സ്വന്തമാക്കാമെന്നോർത്ത് നീ ഇങ്ങ് പോരണ്ടാട്ടോ. മദ്യപാനം മാറ്റി ബാക്കിയെല്ലാം ഉണ്ട്. അപ്പൊ ആ കാശും കൂടെ ഇവിടെ ബ്ലേഡ് തുടങ്ങിയിരിക്കുക. അങ്ങനെ ഏതോ ഒരു നാണയം വിറ്റു, ഒരു സാധനം വിറ്റു. അങ്ങനെ ആ ഒരു നാണയവും കൊണ്ട് ഇങ്ങ് വന്ന ഞാൻ തരികയില്ല. എല്ലാം ശരിയായി, ജഡികാസക്തിക്ക് അടിമയായി ഇപ്പോഴും. ഇതാ അത് വിറ്റിട്ടില്ല. അഹങ്കാരത്തിന് അടിമയായി ഇപ്പോഴും. ആരുടെ മുമ്പിലും താഴാൻ പറ്റില്ല, എളിമപ്പെടാൻ പറ്റില്ല. ഇങ്ങനെ